നമസ്കാരം, അഭിജിത്ത് പോലോളപ്പിലാണ്. ഞാൻ എന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ടൗൺ ഹാളിൻ്റെ മുന്നിലാണ്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരുന്നുണ്ട്. നമ്മുടെ കേരള കലോത്സവത്തിൽ വിജയികളായ കുട്ടികളെ ആദരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കിലോയ്ക്ക് 34 രൂപ വില വരുന്ന അരി വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എനിക്ക് ക്യാമറ കണ്ണുണ്ട്. സ്വീകരിച്ചാൽ ഇതെൻ്റെ ഓഫീസിലേ പോകും. എൻ്റെ ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ നിന്നേ പോകത്തുള്ളൂ. പക്ഷെ അതല്ല എൻ്റെ നടപടി. കേരള സർക്കാർ വഴി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെല്ലാം പരിഗണിക്കും. ജില്ലാ വിദ്യാഭ്യാസ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് പ്രിൻസ്, പോലീസ് കമ്മീഷണർ ഡോക്ടർ ശ്രീ ആർ ഇളങ്കും, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ ശ്രീ ജയപ്രകാശ് പൂവത്തിൻ്റെ, സകല സ്വഭാവമേ ലോകഗോളം നിലനിൽപ്പതേതൊരു ശക്തി മൂലം പരമേതു ശക്തിതൻ പൂരകങ്ങൾ നമോ ഗുരുത്വം. ഇപ്പോൾ പ്രാർത്ഥന ആലപിച്ച പാർവതി സംസ്ഥാന കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി സംഗീതത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടിയാണ്. ഇങ്ങനെ എന്തായാലും നല്ലൊരു പ്രോഗ്രാം നടത്തണമെന്ന് അറിയിക്കുകയുണ്ടായി. എന്തായാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് പങ്കെടുക്കാനും സാധിച്ചു. കൂടാതെ തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അവാർഡ് നൽകാൻ ആപ്റ്റായിട്ടുള്ള ഒരാളും കൂടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും കൂടെ. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവരും ആശംസകൾ നേർന്നുകൊണ്ടു ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും പാരൻസിനും ടീച്ചേഴ്സിനും ഒന്നും കൂടെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു. വിജയോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി സാദരം ക്ഷണിക്കുന്നു.
തൃശ്ശൂർ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ അവർക്ക് ഈ ചടങ്ങുകൂടെ വളരെ മനോഹരമാണ്. ആഘോഷം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും അതിന് ഒരുപക്ഷെ വലിയ പിന്തുണ നൽകിയ ശ്രീമതി അജിതകുമാർ, എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ തുടങ്ങി വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള DEO, എയിമാർ, നിങ്ങളെ നേർവഴിക്ക് നയിച്ച നിങ്ങൾക്ക് വിജയം ചാർത്തി തരുന്ന ഒരു പദത്തിൽ നിങ്ങളെ നയിച്ച അധ്യാപകർ, അതുപോലെ തന്നെ അനധ്യാപകർ, ഒരു 2025 എത്തുമ്പോൾ ജൂൺ 4 സമാനമായി വലിയൊരു നേട്ടം കൊണ്ടുകൊണ്ടാണ് തൃശ്ശൂരിൻ്റെ മക്കൾ തലസ്ഥാനത്ത് നിന്ന് ഈ തിളക്കം ഇങ്ങെടുത്തുകൊണ്ട് പോകുന്നത്. ഇങ്ങെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വാക്കിൻ്റെ വൈകാരികത. രാഷ്ട്രീയപരമായി അത് ഇതിനു മുമ്പ് പലതവണ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് സമൂഹത്തിലേക്ക്, വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് ആ ഒരു ആരവം ഞങ്ങളിങ്ങെടുത്തിരിക്കുന്നു. കേരളത്തിൻ്റെ ഈ യശസ് എന്ന് പറയുന്ന മുഹൂർത്തം സൃഷ്ടിച്ച കുഞ്ഞുങ്ങളെ അനുമോദിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഗമം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഒരു കലാകാരൻ, നിങ്ങളെക്കാളൊക്കെ വളരെ സീനിയറായിട്ടുള്ള ഒരു കലാകാരൻ, ഒരുപക്ഷെ പഠിച്ച വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അന്ന് പഠിച്ച വിദ്യാലയത്തിൻ്റെ അത് ചേരുന്ന ഒരു ശ്രേണിയിൽ യുവജനോത്സവം എന്ന് പറയുന്നത് അന്യമായി. യുവജനോത്സവം വേദികൾ കണ്ടിട്ട് പോലുമില്ല. ഒരുപക്ഷെ ഒരു സിനിമാ താരം എന്ന നിലയ്ക്ക് പിന്നെ ക്ഷണിക്കപ്പെട്ടും അല്ലാതെ ഒരുപക്ഷെ ഒരു ഇഷ്ടം തോന്നി സന്ദർശിച്ച യുവജന വേദികളുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഊട്ടുപുരകൾ ഒരുപാട് സന്ദർശിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലൊക്കെ വമ്പിച്ച തോതിൽ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് നടത്തിയിരുന്ന സമയത്തും അവിടെയും പോയിട്ടുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ യുവജനോത്സവം. അത് കഴിഞ്ഞ് ഇത് ഒരുപാട് സഞ്ചാരത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് 99 ശേഷം, 1999 ശേഷം എനിക്ക് തോന്നുന്നു 26-ാം വർഷമാണ് നമുക്ക് ഈ സന്തോഷ മുഹൂർത്തം ഈശ്വര അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും അമിതമായ അധ്വാനത്തിലൂടെ നമുക്ക് ഈ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. കൂട്ടായ ഒരു ശ്രമത്തിന് ഞാൻ എല്ലാവരെയും വാരിക്കോരി പുണർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമുക്കൊരു വിജയക്കുതിപ്പ് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ തുടങ്ങി വയ്ക്കാൻ സാധിച്ചെങ്കിൽ അതിനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന കലയുടെ മേഖലയിൽ മാത്രമല്ല, വളർച്ചയുടെ മേഖലയിൽ, നേട്ടങ്ങളുടെ കാര്യത്തിലൊക്കെ നമുക്ക് ഈ തിളക്കം എല്ലാ വർഷവും ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കുവാൻ സാധിക്കണം. പുതിയ ഒരു ടെംപ്ലേറ്റിന് തൃശ്ശൂരിന് നിങ്ങളാണ് കൊണ്ടുവന്ന് ചാർത്തിയിരിക്കുന്നത്. അതിനും നന്ദി അറിയിക്കുന്നുണ്ട്. എനിക്ക് അതിനൊന്നും സംസാരിക്കാനില്ല. എൻ്റെ ആഗ്രഹം ഈ നേട്ടത്തിന് ഭാഗവാക്കായ എല്ലാ അംശങ്ങൾക്കും എൻ്റെ കൈകൊണ്ട് തന്നെ അതിൻ്റെ പാരിതോഷികം നൽകി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് അതിൻ്റെ കൂടുതൽ സംസാരിക്കുന്നില്ല. ഫൈനൽ റിസൾട്ട് വരുന്നതിന് 8-ാം തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു സൂചന കുറിച്ച ഒരു പെൺമണിയാണ് ഇരിഞ്ഞാലക്കുടക്കാരി നയന മണികണ്ഠൻ. ഒരു വലിയ സന്തോഷത്തോടെയാണ് നയന മണികണ്ഠന് ഹൃദയത്തിലേക്ക് സ്വീകരിച്ചതെങ്കിലും അതിൻ്റെ ജീവിതാന്തരീക്ഷം എന്ന് പറയുന്നത് വലിയ സങ്കടക്കണ്ണീർ ഒഴിക്കാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ അന്ന് സത്യത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായതല്ല. കാരണം ഞാൻ കാണുന്നില്ല പ്രകടന സ്വഭാവം എന്താണെന്ന് ഞാൻ കാണാത്തിടത്തോളം നമുക്ക് ഇത് ആഗ്രഹിക്കാനോ ഇത് നമുക്ക് കിട്ടുമെന്ന അവകാശവാദം ഉന്നയിക്കാനോ ഒന്നും എനിക്ക് അവകാശമുണ്ടായില്ല. പക്ഷെ ഇതൊരു സൂചനയായിരിക്കാം എന്ന് കരുതിയാണ് അന്ന് നയനയുടെ വീട് പണിയുന്നതിനാവശ്യമായ എന്ത് തുകയായാലും അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് കണക്കെടുത്ത് 4,00,000 രൂപ
നയനയുടെ വീടിൻ്റെ പുതിയ നിർമ്മാണത്തിന് വേണ്ടി എൻ്റെ മകളുടെ ട്രസ്റ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതും ഇവിടെ വെച്ച് സമ്മാനിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ബാങ്ക് അക്കൗണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അത് ജോയിൻ്റ് അക്കൗണ്ടായി വരുന്ന സമയത്ത് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാവും. നമുക്ക് വീണ്ടും എല്ലാവർക്കും വരാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു കുടിയിരുപ്പിന് നിങ്ങൾ ഭൂരിഭാഗം പേരും വന്നു ചേർന്ന് അത് വലിയ ഉത്സവമാക്കണമെന്നുള്ള ആഗ്രഹം മാത്രം ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വിജയം ഇനി ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അതിന് അനുഗ്രഹിക്കണേ ഈശ്വരൻ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒരിക്കൽ കൂടി കുടുംബങ്ങളെയും സ്കൂൾ കുടുംബങ്ങളെയും എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കഴിഞ്ഞ വർഷം ഇലക്ഷൻ ആയതുകൊണ്ട് ഇലക്ഷൻ കോഡിന് വിപരീതമായതുകൊണ്ട് കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ പ്രായശ്ചിത്തമായിട്ടും ഈ വർഷം ഏപ്രിൽ മാസത്തിൽ വരുന്ന വിഷുവിന് വേണ്ടി കാത്തിരിക്കാതെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ കൈനീട്ടം ഇന്നിവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്കാണ് നൽകേണ്ടതെന്ന് ഞാൻ ആ വിഷുക്കൈനീട്ട ചടങ്ങ് കൂടി ഇന്നിവിടെ തുടങ്ങി വയ്ക്കുകയാണ്. എല്ലാവർക്കും അതേ നോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും ഇത് സൂക്ഷിച്ച് വെക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ചന്ദ്രാപിന്നി വിദ്യാലയത്തിന് ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിക്കൊടുത്തു എന്ന് മാത്രമല്ല, തൃശ്ശൂരിൻ്റെ വിജയത്തിലേക്ക് 1ാം സ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്തു. വിഭാഗത്തിൽ ഹൈസ്കൂൾ യുവജനോത്സവത്തിൽ സേക്രഡ് ഹാർട്ട് തൃശ്ശൂരാണ് ഉണ്ടാക്കിയത്. വേദിയിലേക്ക് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സ്വാഗതം. സംസ്കൃതോത്സവത്തിലെ ഏറ്റവും വലിയ വിദ്യാലയങ്ങളെയാണ് അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. 3 വിദ്യാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്. സെയിൻറ്റ് എസ് എസ് എസ്